ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും വീട് വെക്കുമ്പോൾ സംതിങ് സ്പെഷ്യൽ ആവണമെന്ന് ആഗ്രഹിക്കാറുണ്ടല്ലോ. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വീട് എക്സ്റ്റീരിയറിൻ്റെ രൂപഭംഗിയിൽ സംതിങ് സ്പെഷ്യൽ തന്നെയാണ്, എന്നാൽ ഇൻറ്റീരിയറോ അതിഗംഭീരം തന്നെയാണ്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മഞ്ചേരിയിലെ നിർമ്മാൺ എഞ്ചിനീയേഴ്സിൻ്റെ മുനീർക്ക് ചെയ്ത മനോഹരമായിട്ടുള്ളൊരു വീടാണ്. 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയുള്ള ഈ വീട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഷറഫുദ്ദീൻ അലി നൂറ ദമ്പതികളുടെ മനോഹരമായിട്ടുള്ള വീട് തന്നെയാണ്. വീടും വീടുപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഡെക്കോഡിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ഏറ്റവും അട്രാക്റ്റീവ് ആവുന്ന ഒരു എലമെൻറ്റ് തന്നെയാണ് ഈ സിറ്റ് ഔട്ട്. സാധാരണ സിറ്റ് ഔട്ടിനൊന്നും ആരും അത്ര പ്രാധാന്യം നൽകില്ലെങ്കിലും ഈ ഒരു വീടിൻ്റെ ഒരു മൊത്തം എക്സ്റ്റീരിയർ ഡിസൈനിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ ഈ ഒരു ഷേപ്പ് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ആംഗിൾ തന്നെ ഡിസൈൻ ചെയ്ത ഒരു സിറ്റ് ഔട്ട്. അപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ മുറ്റത്തുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. വീടിൻ്റെ മുറ്റം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും നമുക്കറിയാം നാച്ചുറൽ ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ വീടിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ സിറ്റ് ഔട്ടിൽ കാണുന്ന കളേഴ്സ്, അതായത് ഈ സിറ്റ് ഔട്ടിൻ്റെ പെയിൻറ്റ് കളറിൻ്റെ കൂടെ തന്നെ ഗ്രീനറികളുണ്ട്, അതുപോലെ തന്നെ ബ്രൗൺസ് കളറുണ്ട്. പിന്നെ ഈ വീടിൻ്റെ മുറ്റം നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് നിറഞ്ഞ ഒരു മുറ്റമാണ്. മുറ്റത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയില്ല, സ്റ്റോൺ പതിച്ചിട്ടുണ്ട്, എന്നാൽ ഗ്രാസ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. പിന്നെ നമ്മളെല്ലായ്പ്പോഴും പറയുന്ന പോലെ വീടിൻ്റെ മുറ്റത്തുള്ള പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളെ നിലനിർത്തിക്കൊണ്ട് ചെയ്യണമെന്ന്. അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള 2 മാവുകൾ, പ്ലാവുകൾ ഇതൊക്കെ വീട്ടിൽ നിലനിർത്തിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീടാകുമ്പോൾ ഒരു ഗേറ്റ് വേണമല്ലോ. തണ്ടർ മാക്സിൻ്റെ വുഡിൻ്റെ കൂടെ മെറ്റൽ ഡിസൈനാണ് ഇത്. ഈ ഒരു വീടിൻ്റെ പെയിൻറ്റ് കളറുമായിട്ട് മാച്ച് അയച്ചിട്ടുണ്ട്. ഇതിൽ വൈറ്റ് ആൻഡ് ബേജ് കളറും വുഡൻ കളറുമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ മൊത്തം ഡിസൈനിൽ വരുന്ന ഫെൻസ് ഡിസൈനിൽ സെയിം പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്ലൈഡിങ്ങിന് പകരം ഇവിടെ ചെറിയൊരു ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ഭംഗിയായിട്ട് തന്നെ എൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ വീടിൻ്റെ ഗേറ്റ്, മതിൽ ഇതൊക്കെ വീടുമായിട്ടുള്ള കോമ്പിനേഷൻ കളറിൽ മാത്രമല്ല ഡിസൈനിലും കൂടി വരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് വീടിൻ്റെ എക്സ്റ്റീരിയറിലെ മറ്റ് അട്രാക്ഷൻ. നോക്കാം. ഇവിടെ ഒരു വലിയ സ്ക്വയർ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ലിവിങ് സ്പേസ് ആണ്. അതിൻ്റെ വിൻഡോ വരുന്ന ഒരു പോർഷനാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഇതൊരു ക്യാൻഡിലീവറായിട്ട് പുറത്തേക്ക് തള്ളിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ കളർ കോമ്പിനേഷനിൽ വളരെയധികം പ്രാധാന്യം വരുന്ന ഒരു ബേജ് ഗ്രീൻ കളറാണ് ഇതിന് വന്നിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് ടോൺ ഗ്രേയിലേക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ടൈലെല്ലാം ചെയ്തിരിക്കുന്നത് പോഷ് ഫിനിഷിലാണ്. സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റിലാണെങ്കിൽ കൂടി പോഷ് ഫിനിഷിലുള്ള ടൈലാണ് വീടിൻ്റെ മൊത്തം ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി എല്ലായ്പ്പോഴും പലരും പറയാറുണ്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് മാത്രം പറഞ്ഞു പോകാമെന്ന്. എന്നാൽ വീടിൻ്റെ സൈഡിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഷേപ്പിൻ്റെ എൻഡിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആംഗിൾ ഷേപ്പിൻ്റെ സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മനോഹരമായിട്ടുള്ള സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലേക്കൊക്കെ വരികയാണെങ്കിൽ വീടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് മാത്രമല്ലല്ലോ, സൈഡും കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നല്ല വ്യൂ വരുന്ന ഭാഗങ്ങളാണെങ്കിൽ അതിനകത്ത് ഇതുപോലുള്ള സ്പേസുകളാവാം. ഇവിടെ നാച്ചുറലായിട്ടുള്ള ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 1-2 കിളിക്കൂട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ വീടിന് അട്രാക്റ്റീവായിട്ടുള്ള കാര്യമാണ്. ഈ വീടിൻ്റെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഭാഗം ഈ ഒരു വലിയ എലമെൻ്റ് ഉണ്ട്. സ്റ്റെയർ വരുന്ന ഏരിയ വലിയ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്റ്റോൺ ക്ലാഡിങ് വരുന്നുണ്ട്, പെയിൻറ്റ് ഡിസൈൻ വരുന്നുണ്ട്, അതുപോലെ വുഡൻ ഡിസൈൻ വന്നിട്ടുണ്ട്. ഇത് മെറ്റലിൽ ചെയ്ത വലിയ ഡോറുകളാട്ടോ, അല്ലെങ്കിൽ വിൻഡോ സ്ട്രക്ചറാണ്. അതിനെ വുഡൻ ആയിട്ടുള്ള ഫ്രെയിം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ കിച്ചൻ്റെ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗമൊക്കെ ഡിസൈനർ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി നമുക്കറിയാം ഈ ഒരു സൺഷെയ്ഡ് വരെ അവർ ഡിസൈനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ വീടിൻ്റെ കിണർ ഇവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. വലിയൊരു കിണറാണ്. അത് റെക്റ്റാങ്കിളായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഫാസ്റ്റായിട്ട് പറയാൻ ശ്രമിച്ചതാണ്. ഇനി വീടിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കണ്ടാലോ. വിദേശ രാജ്യങ്ങളിലൊന്നും സിറ്റ് ഔട്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ സിറ്റ് ഔട്ട് വേണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്പേസ്, ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ അതൊക്കെ വേണം. അങ്ങനെയുള്ളൊരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. നാനോ വൈറ്റിലാണ് ചെയ്തതെന്ന് പറഞ്ഞു. അത് തന്നെ 3 സൈഡിൽ വന്നു, എക്സ്ട്രാ 2 ചെയറും വന്നു. അതുപോലെ നല്ലൊരു എക്സ്റ്റീരിയർ ആംബിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കോർട്ട്യാർഡ് സൈഡ് വന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ
നല്ലൊരു പൈപ്പ് ഡിസൈന് മെറ്റലിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ സിറ്റ് ഔട്ടുള്ള കാര്യങ്ങൾ. സീലിങ്ങിൽ ഇതൊരു സ്ലോപ്പായിട്ടുള്ള റൂഫ് ആയതുകൊണ്ട് അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് മെയിൻ ഡോർ ഒന്ന് നോക്കാം. നല്ല തേക്ക് വുഡിൽ ചെയ്ത മനോഹരമായിട്ടുള്ള മെയിൻ ഡോർ. ഇതിൻ്റെ ആർക്ക് ഡ്രൈവ് മാത്രം മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് കാണാൻ പറ്റും മനോഹരമായിട്ട് തേക്ക് ഫിനിഷിൽ ചെയ്തിരിക്കുന്നു. മെയിൻ ഡോറൊക്കെ ചെയ്യുമ്പോൾ ഫൈനൽ കോട്ട് കഴിയുന്നതും മാറ്റ് ഫിനിഷിൽ കൊടുക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് ഈ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ എത്ര പോളിഷ് ചെയ്ത് മിനുക്കിയെടുത്താലും അത് മാറ്റിലേക്ക് MRFൻ്റെ ഒക്കെ മാറ്റ് യൂസ് ചെയ്ത് ഇതുപോലെ ഭംഗിയാക്കാം. ഇതിൻ്റെ കോസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാൻഡിൽ എന്നുള്ളത്. നമ്മൾ ഡോറിന് ഏറ്റവും ആപ്റ്റ് ആവുന്നത് ചിലപ്പോൾ നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ടത് വരും. അങ്ങനെ നിർമ്മിച്ചെടുത്ത ഒരു ഹാൻഡിൽ തന്നെയാണ്, കസ്റ്റമൈസ് ചെയ്ത ഹാൻഡിലാണ് ഈ കാണുന്നത്. ഇനി അകത്തേക്ക് കയറിയാലോ. ഇതിനകത്ത് കയറിയാണ് ഇതാ മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ കാണുന്നതിന് മുൻപ് നമുക്ക് നേരെ എൻ്റർ ചെയ്യുമ്പോൾ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു വലിയ ആർക്ക് ഡ്രൈവ് കൊടുത്തു. ഇങ്ങോട്ട് ഹാളാണ്, ഡൈനിങ് സ്പേസിലേക്കൊക്കെ വരും. പക്ഷേ ഈ ഒരു സ്പേസിൽ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ കൂടെ നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നല്ലൊരു വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അലൂമിനിയം അൾജീരിയൻ ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു വിൻഡോ കാണാം. വുഡൻ ഫിനിഷാണ്. റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം സർക്കിളായിട്ടുള്ള ഗ്ലാസ് ടോപ്പ് ചെയ്ത സ്പേസുകൾ. ഇത് ഈ ഒരു ഏരിയനെ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. ഈ ഒരു കോർട്ട്യാർഡിനെ ഏറ്റവും ഭംഗിയുള്ളതാക്കുന്നതിന് അത് സഹായിച്ചിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റിൽ കാണുന്ന ഈ ഒരു ഭാഗത്തും ഒരു ഫിക്സഡ് ഗ്ലാസും കേട്ടനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. റോമൻ ബ്ലെയിൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫിക്സഡ് ഗ്ലാസ്സിലൂടെ നമുക്ക് പുറത്തേക്കുള്ള മാക്സിമം വ്യൂ കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു പോർഷൻ എന്താണെന്ന്. ഇതൊരു സ്പെഷ്യൽ ഏരിയ ആണ്. നമുക്ക് നല്ല രീതിയിൽ പ്രൈവസി കിട്ടുന്ന രീതിയിൽ ലിവിങ്ങിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ കാണാം സ്ലൈഡിങ് ഫോൾഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ വിശാലമായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് എന്ന് പറയണം. നമുക്ക് ഇവിടെ ഒന്ന് ഇരിക്കാം. സോഫയൊക്കെ നന്നായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. സോഫയുടെ ഡിസൈനും കളർ കോമ്പിനേഷനും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൽ അട്രാക്റ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യം വാൾപേപ്പറിൻ്റെ കാര്യമാണ്. നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ. ഇവിടെ വാൾപേപ്പർ ഒരു പാനലിങ് ചെയ്ത ഒരു ഫീൽ തന്നെ കിട്ടുന്ന രീതിയിൽ ഡിസൈനർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ലൈറ്റ് പോയിൻറ്റ്സും അതാണെങ്കിലും കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഒക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയും മെറ്റൽ കൊണ്ടുള്ള പൈപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ, ഫ്ലൂട്ടഡ് ഗ്ലാസ് ടോപ്പോട് കൂടിയ ഒരു ടേബിളാണ്. അതുപോലെ TV ഏരിയയാണ് ഇത്. ആക്ച്വലി TV ഏരിയയിൽ ഇവിടെ TV ഇപ്പോൾ കൊടുത്തിട്ടില്ല, ഫ്യൂച്ചറിൽ കൊടുക്കാനുള്ളതാണ്. എന്നാലും ആ സ്പേസ് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വാൾ ക്ലാഡിങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. WPC ലൂവറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ WPC പാനൽ. ഈ വീട്ടിൽ വന്ന ഇൻറ്റീരിയർ വർക്കുകളെല്ലാം WPCയിലാട്ടോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ജിപ്സത്തിൻ്റെ കൂടെ സ്ലീവായിട്ടുള്ള LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഇൻറ്റീരിയറിനെ മനോഹരമാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നീഷ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നീഷിലൊക്കെ ലൈറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ഡിസൈനർ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ കുറേ ഡിസൈനുകളൊക്കെ ഉൾക്കൊള്ളിച്ച് അതിനൊരു ഫൈനലാക്കാത്ത ഒരു അവസ്ഥ കാണാറുണ്ട്. എന്നാൽ ഇവിടെയുള്ള വർക്കുകളെല്ലാം ക്ലിയർ കട്ടാണ്. കാരണം ഓരോ ലൈറ്റ് കൊടുക്കുന്നതിൽ വരെ കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്. നേരെ നമുക്ക് ഹാളിലേക്ക് കയറുകയാണെങ്കിൽ വിശാലമായിട്ടുള്ളൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ വിശാലതയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയേണ്ടത്. നേരെ സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ പ്ലെയിൻ ആയിട്ടുള്ള ജിപ്സം സീലിങ്ങിനെ കട്ട് ചെയ്തുകൊണ്ട് വുഡൻ ഡിസൈൻ, കോവ് ഡിസൈൻ ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. പെയിൻറ്റിങ്ങിലാണ് ഇത്ര മനോഹരമായിട്ട് ഈ സീലിംഗ് അട്രാക്റ്റീവ് ആക്കിയിരിക്കുന്നത്. നമ്മൾ ഈ ഹാളിലേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഡൈനിങ് ടേബിൾ കാണാം, ലെഫ്റ്റ് സൈഡിൽ ഒരു ക്രിഡൻസ് കാണാം. ഈ ക്രിഡൻസിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സർക്കിൾസിനെ ശ്രദ്ധിച്ചറിയാം. ഇതിനകത്ത് വരെ ലൈറ്റ് കൊണ്ടുവരുന്നതിൽ ഡിസൈനർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സർക്കിളിനെ റാൻഡം ആയിട്ട് പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഡിസൈനിൽ എന്തെങ്കിലും ഒരു എലമെൻറ്റ് കൊണ്ടുവരുമ്പോൾ അതിനൊരു സ്പെഷ്യാലിറ്റി വേണം. വെറുതെ സർക്കിളോ സ്ക്വയറോ കൊടുക്കുന്നതിന് പകരം അത് സ്പെഷ്യലായിട്ട് കൊടുക്കുക. അങ്ങനെ സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിളാണ് ഈ കാണുന്നത്. കാരണം സാധാരണ സൈസിന് അപ്പുറം 10 അടി സൈസ് ഇതിലേക്ക് വന്നിരിക്കുകയാണ്. സാധാരണ നമുക്ക് 6 അടി 8 അടി അങ്ങനെയൊക്കെയാണ് കാണാറുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഇതുപോലുള്ള ഏരിയകളിൽ നമുക്ക് അവിടെ സ്യൂട്ട് ആവുന്ന രീതിയിൽ സൈസ് വേണം, ഫാമിലിനെ ഇൻക്ലൂഡ് ആവണം. ഇവിടുത്തെ ചെയറുകളൊക്കെ കണ്ടാൽ അറിയാം ഈ ഒരു ഏരിയക്ക് മാച്ച് ചെയ്യുന്നുണ്ട്. ആ സർക്കിൾ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലെ സർക്കിൾ കണക്റ്റഡ് ആണ്. ഈവൻ ഈ ലൈറ്റ് ബോൾസിൽ കൂടെ നമുക്ക് ഒരു ഫീൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ലൈറ്റിൻ്റെ ഡിസൈൻ മനോഹരമാക്കിയിരിക്കുന്ന മെറ്റൽ കൊണ്ടുള്ള PVD കോട്ടിങ്ങും അതുപോലെ അടിപൊളിയായിട്ടുള്ള അക്രലിക് ഫിനിഷുമാണ്. ഈ വീട്ടിലെ ഫർണിച്ചറുകളെല്ലാം കസ്റ്റമൈസ് ചെയ്തതാണെന്ന് പറയണം. അത് എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ ചെയറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കണ്ടില്ലേ. ഈ വീട്ടിലെ
ഓരോ ഡിസൈനിന് അനുസരിച്ച് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇവിടെ വലിയൊരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ. മാക്സിമം വെന്റിലേഷൻ ആവശ്യമുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ ഷിയർ കൊടുത്തിരിക്കുന്നു. അതുപോലെ പ്ലീറ്റഡ് ആയിട്ടുള്ള കേർട്ടനാണ് കൊടുത്തിരിക്കുന്നത്. പ്ലീറ്റഡ് കർട്ടനുകൾ ഇതുപോലുള്ള ബിഗ് സ്പേസിനെ മനോഹരമാക്കുന്ന ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള പാർട്ടീഷനുകൾ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പാർട്ടീഷൻ ഇവിടെ കാണാം. മനോഹരമായിട്ടുള്ളൊരു പാർട്ടീഷൻ, മെറ്റൽ പ്ലസ് വുഡ് പ്ലസ് ഫ്ലൂട്ടഡ് ഗ്ലാസ്. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന മെറ്റീരിയലുകൾ. ഇതിനകത്ത് നമുക്ക് കാണാൻ നിഷുകൾ, ആക്സസറീസ് വെക്കാൻ വേണ്ടി, പ്ലേസ് ചെയ്യാൻ വേണ്ടി റാൻഡമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു പ്രൈവസി ഉണ്ട് താനും. ആ രീതിയിലാണ് ഇവിടെ ഈ ഒരു ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ ഇങ്ങോട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഈ സ്റ്റെയറിൻ്റെ ഈ ഹാൻഡിലാണ് എല്ലാവരെയും കണ്ണിൽ വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആദ്യം ആ കാര്യം തന്നെ പറഞ്ഞാലോ. ഈ കാണുന്ന സ്റ്റെയർ ഹാൻഡിൽ വുഡൻ ലുക്കിൽ മെറ്റൽ സ്ട്രക്ചറിൽ ചെയ്തതാണ്. അതായത് ഇത് മെറ്റലാണെന്ന് ഉറപ്പ്, എന്നാൽ ഈ കാണുന്നത് മെറ്റൽ ഡിസൈനാണ്. അതിനെ മനോഹരമായി പെയിൻറ് ചെയ്തെടുത്തു എന്നുള്ളതാണ് ഡിസൈനർ ചെയ്ത കാര്യം. ഇതിനകത്ത് വരുന്ന റോഡ് സ്ക്വയർ മെറ്റൽ റാഡുകളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതാണെങ്കിൽ ഈ ബെൻഡ് ചെയ്തെടുത്ത പൈപ്പും ഇതിനെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഷേപ്പിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ കോൺക്രീറ്റ് കൊണ്ടുള്ള സ്റ്റെപ്പുകളായിരുന്നു. അതിലേക്ക് ടൈൽ 45 കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹാൻഡ് റെയിൽ ഏരിയ നമുക്ക് കിട്ടി. സാധാരണ സ്റ്റെയർ കോമൺ ആയി, പിന്നെ ഗ്ലാസ്സിലേക്ക് വന്നു, അതും കോമൺ ആയി. എന്നാൽ നമുക്ക് വ്യത്യസ്തത അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ഡിസൈനേഴ്സിനൊക്കെ ഇതുപോലുള്ള ഐഡിയാസ് വരിക. അങ്ങനെ എൻജിനീയർ ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് കണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയ തന്നെ നോക്കുകയാണെങ്കിൽ കളറിൽ ഒരു വേരിയേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു എന്താ പറയുക, ഡസ്റ്റി പിങ്ക് തീമിലേക്ക് ഈ ഒരു ഏരിയ വന്നിട്ടുണ്ട്. അതിലേക്ക് വേണ്ട വലിയൊരു കേർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കേർട്ടൻ നമുക്ക് 2 സ്റ്റേജിലാട്ടോ കിടക്കുന്നത്. കാരണം സ്റ്റെയർ കോൺക്രീറ്റ് ആയതുകൊണ്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു. എന്നാലും അത് മാക്സിമം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഡിസൈനർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മനോഹരമായിട്ടുള്ള വലിയൊരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാനുള്ള സൈസൊക്കെ ഇവിടെ ഉണ്ട്. ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന ഒരു ടീപ്പോയ് അല്ലെങ്കിൽ ഒരു സെൻറ്റർ ടേബിൾ ഇവിടെ ഡിസൈനർ ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓരോ സ്പേസിനനുസരിച്ചുള്ള ഡിസൈനുകൾ വീടുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഡിസൈനറുടെ ഏറ്റവും വലിയ കഴിവ്. അത് ഇവിടെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കിച്ചണിലേക്കുള്ള എൻട്രി ഒരു ആർക്കിട്രേവ് പോലെ വുഡിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതും WPC ഷീറ്റുകളാണ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും മനോഹരമായിട്ടുള്ള ഒരു വാഷ് ഏരിയ. വാഷ് ഏരിയയിൽ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ സ്റ്റോണുകളാണെങ്കിൽ, ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ വാഷ് ബേസിൻ്റെ ഡിസൈനും ഇതിന് ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിലാണ്. സാധാരണ സർക്കിളോ അല്ലെങ്കിൽ സ്ക്വയറോ അല്ല, കോർസ എന്നുള്ള ബ്രാൻഡിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേർഡ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിനാണ്. കോർസ ബ്രാൻഡിൻ്റെ WC ഒരുപാട് കളേർഡ് ആയിട്ടുള്ള മോഡലുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, ചാനലിൽ സന്ദർശിച്ചാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പേസ് കാണാം. അതൊരു പ്രയർ സ്പേസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. ഫ്യൂച്ചറിൽ ചെയ്യും. ഇത് നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടാലോ. കിച്ചണിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സ്പേസ് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെയാണ് കിച്ചൺ എങ്കിൽ കൂടി ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കൂടുതൽ മുറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള ഏരിയകൾ വരും. അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് എക്സിറ്റ് ആവാനും ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ ആക്ടിവിറ്റികൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ മേലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു L ഷേപ്പിൽ മെറ്റൽ കൊണ്ടുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഗ്ലാസ് ഡോർ ആട്ടോ വരിക. ഗ്ലാസ് ഡോർ വരുന്ന ഏരിയകളിലൊക്കെ ഇതുപോലെ മെറ്റൽ കൊണ്ടുള്ള ഒരു സെക്യൂരിറ്റി കൊടുക്കുന്നത് നല്ലതാണ്. സെക്യൂരിറ്റി ഇഷ്യൂ ഫീൽ ചെയ്യുന്ന ആളുകൾക്ക് നേരെ കിച്ചണിലേക്ക് ഇങ്ങനെ കയറുകയാണെങ്കിൽ ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഡോർ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ഡോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കിച്ചണിലേക്കുള്ള ഒരു പ്രൈവസി കൂടി കണ്ടിട്ടാണ് ഇതുപോലെ കൊടുക്കാറുള്ളത്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ വുഡൻ ഷേപ്പിൽ തന്നെയാണ് അല്ലെങ്കിൽ വുഡൻ ഷെയ്ഡിൽ തന്നെയാണ് മൊത്തം ക്യാബിനറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഇതുപോലുള്ള WPCയിലാണ് ചെയ്തതെങ്കിലും അതിന് ഇതുപോലുള്ള ഒരു കോട്ടിങ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മൈക്കയിൽ മാറ്റ് ഫിനിഷുള്ള വുഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബ്ലാക്ക് ആയിട്ടുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിൽ എന്നാട്ടോ ഇതുപോലുള്ള ഹാൻഡിലുകൾക്ക് പറയുക. അതാണ് പൂർണ്ണമായിട്ടും കൊടുത്തിട്ടുള്ളത്. പ്യുർ ഫ്ലെയിംസിൻ്റെ ടർബോ എന്നുള്ള മോഡലാണ് ഹുബ് ആൻഡ് ഹുഡ്സ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഭാഗം എന്ന് വെച്ചാൽ സിങ്കിൻ്റെ കാര്യമാണ്. സിങ്ക് ഗ്രാനൈറ്റ് സിങ്ക് എന്ന് പറയുന്ന മോഡൽ ഇതുപോലെ മാറ്റിൽ അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നേരെ മേലെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ GTPT സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സ്ട്രാ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ താമസം തുടങ്ങിയ ഒരു വീടായതുകൊണ്ട് ഞാൻ കൂടുതൽ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. എന്തായാലും ഇവിടെ സ്പൂൺ ട്രേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ടോപ്പാണ്
പൂർണ്ണമായിട്ടും കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ അല്ലെങ്കിൽ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വലിയൊരു ടോൾ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ കാലത്ത് സ്റ്റോർ റൂമുകൾ വീടുകളിൽ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇതുപോലെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടോൾ യൂണിറ്റുകൾ കാണാറുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു ടോൾ യൂണിറ്റാണ്. ടോൾ യൂണിറ്റായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മുടെ ചാനലുണ്ട്. ഇതുവരെ കാണാത്ത ആളുകളൊന്നും അതുകൂടെ സന്ദർശിക്കണം. ഇപ്പോൾ കിച്ചണിലേക്ക് വരുന്ന ഹാളിൽ നിന്ന് വരുന്ന സെയിം ഫ്ലോറിങ് തന്നെയാണ് വരുന്നത്. അതുപോലെ സീലിംഗ് ഡിസൈനും സെയിം തന്നെയാണ്. കുറച്ചുകൂടെ ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കോൺക്രീറ്റിൽ തന്നെ ഇതുപോലെ ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. പെർഗോള ഡിസൈൻ, അത് ഗ്ലാസ് കൊടുത്ത് കവർ ചെയ്തിട്ടുമുണ്ട്. ഈ ഡോറിനപ്പുറം ഒരു അടിപൊളിയായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ഒന്ന് കണ്ടാലോ? നേരെ എൻ്റർ ചെയ്താൽ നമുക്കറിയാം അടിപൊളിയായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം, വിശാലമായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം. 420 390 സൈസാട്ടോ ഇതിൻ്റെ ഒരു സ്പേസ്. നമ്മൾ മീറ്ററിൽ പറയുകയാണെങ്കിൽ വിശാലത എന്ന് പറഞ്ഞാൽ ബെഡ് 6 അടിയിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മാസ്റ്റർ ബെഡ്റൂമിന് നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ഒരു സ്പേസ് യൂട്ടിലൈസേഷൻ. ഇപ്പോൾ അതിൽ ഹെഡ് ബോർഡിൻ്റെ ഡിസൈൻ കാണാം. ഇതൊരു ഗ്രീൻ തീമിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹെഡ് ബോർഡ് ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല കുഷനോട് കൂടി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കളർ ടോണും പെയിൻ വർക്കും എല്ലാം ഈ ഒരു ഡിസൈനിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഈ ഒരു കേർട്ടൻ്റെ ഡിസൈൻ വരെ ഇവിടെ കാണാം. WPC ലൂവർ ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു നീഷ് ഡിസൈൻ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് നീഷ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇതിൻ്റെ കാര്യങ്ങൾ. വിൻഡോ ഇവിടെ പ്ലീറ്റഡ് ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. റോമൻ ബ്ലൈൻസിലാണ് ആ ഒരു സ്മോൾ ആയിട്ടുള്ള ആ ഒരു ഒറ്റക്കള്ളി വിൻഡോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള ഡോറിലാണ് ഇവിടെയുള്ള ഈ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അതുകൂടെ നമുക്ക് കാണാം. നല്ല ഡിസൈനർ ടച്ചിലുള്ള ടോയ്ലറ്റ് തന്നെയാണ്. നമുക്കിതിൻ്റെ ഫ്ലോറിങ്ങിൽ വരുന്ന 2 ഏരിയ ആയിട്ട് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മാറ്റ് ഫിനിഷ് പ്ലസ് ഈ പാറ്റേൺ ആയിട്ടുള്ള ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാൾ ഹാങ്ങിങ് വരുന്ന മോഡലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിൽ പറയാനുള്ളത്. ഈ വീട്ടിലെ കുട്ടികളുടെ റൂമാട്ടോ കാണാൻ പോകുന്നത്. മനോഹരമായിട്ടുള്ള ഒരു കളർ സ്കീമിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡ് ടേബിളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാനും പറ്റും. ഇവിടെ ഒരു സിംഗിളായിട്ടുള്ള വിൻഡോ ആണ് വന്നിരുന്നത്. ആ വിൻഡോയെ മനോഹരമായിട്ട് ഇതുപോലെ റോമൻ ബ്ലൈൻസ് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തത്. അതുപോലെ ഈ സൈഡിലും വലിയൊരു വിൻഡോ വരുന്നുണ്ട്. അതും റോമനിൽ തന്നെയാണ് ചെയ്തത്. അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള സ്ലൈഡിങ് ഡോറിലേക്ക് ഇതിൻ്റെ ഒരു കണക്ഷൻ വരുന്ന രീതിയിൽ ഒരു സിംഗിൾ ഡിസൈൻ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ മിററും ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബെഡ് കോട്ട് 5 അടിയിലാട്ടോ അവിടെ ബെഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈനർ സെറ്റ് ചെയ്ത്. ലൈറ്റും കൂടെ കണ്ടിട്ടാണ് എത്ര തിക്നെസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാളിലേക്ക് വരുമ്പോൾ ഈ ഒരു കളർ തീമിന് ഏറ്റവും മാച്ച് ചെയ്യുന്ന രീതിയിൽ ലൈറ്റ് പിങ്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആർട്ട് വർക്കും മനോഹരമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വുഡൻ ഷെയ്ഡിൽ വെറ്റ് ഏരിയയും അതുപോലെ ഗ്രേ ഷെയ്ഡിൽ ഡ്രൈ ഏരിയയും സെറ്റ് ചെയ്തിട്ടാണ് ഈ ബാത്റൂമും മനോഹരമാക്കിയിരിക്കുന്നത്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയാണ്. ഇതിൻ്റെ സ്റ്റെപ്പിലൂടെ കയറുമ്പോൾ മൊത്തത്തിലൊരു വുഡൻ ഫിനിഷ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം ആർട്ടിഫിഷ്യൽ വുഡുകളാണെന്ന് തന്നെ പറയണം. അതായത് നമുക്ക് കോസ്റ്റ് എത്രത്തോളം കുറക്കാൻ പറ്റുമോ അതിവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാധാന്യം. ഇവിടെ കേർട്ടൻസ് തന്നെ സ്റ്റെപ്പിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡിലെല്ലാം ബ്ലാക്ക് കളറിലാണ് ഇവിടുന്ന് അങ്ങോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വെറുതെ പ്ലെയിൻ ആയിട്ട് വോൾ ഇടാതെ ഇവിടെ മനോഹരമായിട്ടുള്ള ലൈറ്റ് കൊടുത്തു. അതുപോലെ ആർട്ട് വർക്കൊക്കെ കൊടുത്തിട്ട് സ്പേസുകൾ മാക്സിമം ഡിസൈൻ ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ മേലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സീലിങ്ങിൽ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും LED സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഷാൻഡലിയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷാൻഡലിയർ സാധാരണ കാണുന്ന പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് മോഡേൺ ലുക്കിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറി ഇവിടം വരെ വുഡൻ ഫിനിഷാണ്. പിന്നെ അങ്ങോട്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട അതേ ഒരു ടൈലുകൾ കാണാനും പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടുന്ന് അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ ഒരു സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാൾ നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടതുപോലെ സെയിം വാൾ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിൽ ഒന്ന് സെപ്പറേറ്റഡ് ഡിസൈൻ കൊണ്ടുവരാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യാനിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി വർക്കുകൾ പെൻഡിങ് ആണ്. ഇവിടെ നീഷ് കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ 2 റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ഒന്ന് ഈ ഒരു ഭാഗത്തും ഒന്ന് ഈ ഒരു ഭാഗത്തും. നമുക്ക് ആദ്യം ഈ റൂം ഒന്ന് കണ്ടാലോ. മനോഹരമായിട്ടുള്ള റൂമിനാണ്. ഫസ്റ്റ് ഫ്ലോർ ആണെന്ന് കരുതി വെറുതെ ഇട്ടിട്ടൊന്നുമില്ല, ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കോമ്പിനേഷനിലാണ്, ഒരു സ്പെഷ്യൽ ഗ്രീൻ ആണ് കേട്ടോ. ഈ ഒരു വാൾ തീം നമ്മൾ പെട്ടെന്ന് കളേഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാത്ത കളറുകളാണ്
ഈ ഒരു തീമൊക്കെ. അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ആർട്ട് വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, കേർട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാം നീഷുണ്ട്, അതുപോലെ തന്നെ സ്ലൈഡിങ് ആയിട്ടുള്ള വാർഡ്രോബ് വരുന്നുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഡ്രസ്സിങ് ഏരിയ ഫുൾ സൈസിൽ ഈ ഒരു കോർണറിൽ തന്നെ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ് ആയിട്ടുള്ള വാർഡ്രോബ് ഇവിടെ ഒരു അധികപ്പറ്റായിട്ട് തോന്നില്ല, ആ രീതിയിൽ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോട് കൂടിയ ഒരു റൂമാണ്. ഇതേ ഒരു ബ്ലൂ കളർ കോമ്പിനേഷനിൽ വരുന്ന രീതിയിൽ തന്നെയാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ 4ാമത്തെ റൂമിലേക്കാട്ടോ വരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേ സ്കീമിലാണ് ഈ വീടിൻ്റെ 4ാമത്തെ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം റോസ് വുഡിലാട്ടോ ചെയ്തിരിക്കുന്ന ഈ ബെഡ് കോട്ട്. അതുപോലെ തന്നെ ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു ആംഗിൾ ആയിട്ടുള്ള റൂഫാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു റൂമിനെ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 5 അടിയുള്ളൊരു കട്ടിലാണ്, വലിയൊരു വിൻഡോ വരുന്നുണ്ട്, അതുപോലെ റോമൻ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. സ്ലൈഡിങ് ആയിട്ടുള്ള വാർഡ്രോബാണ് ഈ വീടിൻ്റെ മൊത്തം ഡിസൈനിൽ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം ഇത് ഇത്ര തിക്നെസ് വരാനുള്ള കാരണം പലപ്പോഴും നമ്മൾ പറയുന്നതാണ് WPCയിലാണെങ്കിലും പ്ലൈയിലാണെങ്കിലും ഒക്കെ സിമ്പിൾ ഡിസൈനാണ് നല്ലതെന്ന്. പക്ഷേ ഇവിടെ വരാനുള്ള കാരണം സ്ലൈഡിങ് ഡോറിൻ്റെ അകത്തേക്ക് നമുക്ക് കാണാം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫെറോ സിമെൻറ്റ് കൊണ്ടുള്ള സ്ലാബുകളാണ്, ഉള്ളിൽ വരുന്ന പാർട്ടീഷനുകളെല്ലാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പാനലുകൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ അഡീഷണൽ വരുന്നത് കൊണ്ടാണ് ഇതിന് ഇത്ര തിക്നെസ് വരുന്നത്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഇവരും ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളുള്ളത് ഈ വീടിൻ്റെ റൂഫ് ടോപ്പിൽ. നമുക്കറിയാം വീട് പല ബഡ്ജറ്റിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ ഈ വീടിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീടിന് 50 ലക്ഷത്തിന് ഉള്ളിലാണ് ആയതെങ്കിൽ അഡീഷണൽ ഇൻറ്റീരിയർ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റേതായ കോസ്റ്റ് കൂടിയിട്ടുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇൻറ്റീരിയറിൻ്റെ ചാർജ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അഡീഷണൽ ചാർജ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വീടിനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം, ഇവിടെ ഹാൻഡ് റെയിലെല്ലാം മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും റൂഫ് ടോപ്പിലൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ആ വീടിൻ്റെ ഭംഗി, എക്സ്റ്റീരിയർ എന്നുള്ള വ്യൂ ഭംഗിയൊക്കെ നോക്കുമ്പോൾ ആ രീതിയിൽ വേണം താനും. അങ്ങനെയാണ് ഇവിടെ ടൈല് വരെ, ഈവൻ 4x2 കാർവിങ് ടൈലാണ് ഫ്ലോറിങ്ങിൽ മൊത്തം അപ്പോക്സി ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ മെറ്റൽ ഡിസൈൻ വന്നിട്ടുണ്ട്, അതുപോലെ പ്ലാസ്റ്ററിങ്ങിലൊരു റെക്റ്റാങ്കിൾ കട്ടിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഐഡിയാസ് കൊണ്ടുവന്നിരിക്കുകയാണ്. വീട് എന്നുള്ളത് എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു ഭംഗിയിലാക്കേണ്ട ഒരു എലമെൻറ്റ് തന്നെയാണ്. എന്നാലേ നമുക്ക് ആ ഒരു ഫീലിൽ വർഷങ്ങളോളം അതിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡിസൈനുകൾ കൊണ്ടുവരുമ്പോൾ കുറച്ചധികം കാലം നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈനുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അടിപൊളിയായിട്ടുള്ള വീഡിയോ ആശയങ്ങളായിട്ട് ഞാൻ ഇനി വരും. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.